വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷകരമായ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്ന ഹെഡ് മാസ്റ്റർ, ഈ സ്വാതന്ത്ര്യ ദിന പരിപാടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന മുഖ്യാതിഥിയായിട്ടുള്ള ഷാഹിദ് തിരുവള്ളൂർ, പ്രസാർ ഭാരതി ഡയറക്ടർ, ബാംഗ്ലൂർ, ഇന്ത്യൻ സിവിൽ സർവീസ്, ആശംസകൾ നേരുന്ന MI സഭ മാനേജർ പ്രൊഫസർ KK മഹ്മൂദ്, PTA പ്രസിഡന്റ് നിസാർ ബേബി, BCB, AG, MO, നന്ദി രേഖപ്പെടുത്തുന്ന PH, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ ടീച്ചേഴ്സിനെയും നോൺ ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ഹെഡ് മാസ്റ്റർ അഷ്റഫ് മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നമ്മുടെ വിദ്യാലയത്തിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായി നടത്തപ്പെടുകയാണ്. പ്രസ്തുത പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഇന്ത്യൻ സിവിൽ സർവീസ് ഫെയിം പ്രസാർ ഭാരതി ബാംഗ്ലൂർ നിലയം ഡയറക്ടറുമായ ഷാഹിദ് തിരുവള്ളൂരിന് ഈ വർഷത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നിർത്തട്ടെ. ജയ് ഹിന്ദ്. വടകരയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള MUM VHSS സ്കൂളിൻ്റെ സ്വാതന്ത്ര്യ ദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭാരവാഹികൾക്കും ആശംസകൾ നേരുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന അഷ്റഫ് സാർ, ആശംസകൾ അറിയിക്കുന്ന മഹ്മൂദ് KK സാർ അടക്കമുള്ള ആളുകളെ ആദ്യമായി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വലിയ ഒരു കാറ്റലിസ്റ്റായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വീക്ഷണ തലങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രപിതാക്കന്മാർ ഒരുപാട് ത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെയൊക്കെ കയ്യിലുള്ളത്. സ്വാതന്ത്ര്യത്തിന് ഒരേ സമയം അതിനൊരു ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവുമുണ്ട്. അഥവാ ഭൂതകാലത്തിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യ പോരാളികൾ നമുക്ക് നേടിത്തന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് സ്വാതന്ത്ര്യത്തെ കേവലം ഒരു ചരിത്ര വസ്തുത ആക്കുന്നതിനേക്കാൾ അതൊരേ സമയം വർത്തമാന കാലത്തോട് വളരെ നന്നായി പ്രതികരിക്കുന്ന ഒരു ദിനമാവണം. അതോടൊപ്പം തന്നെ ഭാവിയിൽ നമുക്കുണ്ടാകേണ്ട ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ, ഇന്ത്യയെക്കുറിച്ചുള്ള നാനാതലത്തിലുള്ള വീക്ഷണങ്ങൾ, ഇവയൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതാകണം നമ്മുടെ ഓരോ സ്വാതന്ത്ര്യദിനവും എന്നുള്ളത്. അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോരാളികൾ, ഗാന്ധി മുതൽ നെഹ്റു മുതൽ ആസാദ് വരെ ഒരുപാട് പോരാളികൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദേശാതീതമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ ഉയർത്തിയ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. സെക്യുലറിസം അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ സമത്വം എന്നുള്ള ആശയം, ജെൻഡർ ഈക്വാലിറ്റി, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രമുഖമായ ഓരോ ആളുകളുടെയും റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളത്,
അതൊക്കെ എത്രത്തോളം ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു അതിനെ വർത്തമാന കാലത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ചരിത്രപരമായി സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് മാറ്റമാണോ ലോകത്ത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ നിന്ന് തുടങ്ങുക എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാക്ക് തന്നെ ചരിത്രത്തിൽ നിന്നുള്ള വലിയൊരു ഊർജ്ജമാണ്. നമുക്കറിയാം നമ്മൾ എന്ത് മാറ്റമാണ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്, ആ മാറ്റത്തെ എങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ പ്രതിസന്ധികളാണ് നമുക്ക് ആ മാറ്റത്തിന് മുന്നിലുള്ളത്. അതിനൊരേ സമയം നമുക്ക് ആത്മവിശ്വാസം വേണം, നമുക്ക് ഒരുപാട് റിസ്ക്കുകൾ എടുക്കാൻ പറ്റണം, രാജ്യത്തെ മറ്റു ലോകങ്ങളുടെ മുന്നിലേക്ക് നയിക്കാൻ ഒരുപാട് പ്രയത്നം ആവശ്യമാണ്. അതിന് പേടിയില്ലാതെ ഭയമില്ലാതെ പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അന്തരീക്ഷം ഓരോ വ്യക്തികളും ഉണ്ടാക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് വർത്തമാനകാലത്തെ സ്വാതന്ത്ര്യദിനം അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്കിന്നറിയാം, മുമ്പ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ ഭരണത്തെ മാറ്റി നമ്മുടെ കയ്യിലേക്ക് തരിക എന്നുള്ളതായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യം. പക്ഷേ ഇന്നത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വിശാലമാണ്. നമുക്കിന്ന് പട്ടിണി മരണങ്ങൾ ഇന്നും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അസമത്വം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജാതീയതയുടെ പ്രശ്നങ്ങളുണ്ട്, ഡിസ്ക്രിമിനേഷൻ്റെ പലതരത്തിലുള്ള മേഖലകളിൽ നമുക്കതിൻ്റെ ചില ലാഞ്ചനകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് മോചിപ്പിക്കുക, രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് ഓരോ ആളുകളും രംഗത്തിറങ്ങേണ്ടതുണ്ട്. ഓരോ ആളുകളുടെയും കഥം അല്ലെങ്കിൽ അവരുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നത്, ഒരാൾ ഒരു കാൽപ്പാട് മുന്നോട്ട് വെച്ചാൽ രാജ്യം മൊത്തം 130 കോടി കാൽപ്പാടുകളാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുക. അപ്പോൾ ഒരേ സമയം രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രീയ ബോധം പലതിലും നമുക്ക് നഷ്ടപ്പെട്ട് പലതരം അന്ധവിശ്വാസങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നമുക്ക് വളരെ എഡ്യൂക്കേറ്റഡായ ഒരു യുവതലമുറയെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. വളരെ എഡ്യൂക്കേറ്റഡായ ഒരു സ്കിൽഡായ യുവതലമുറ ഉണ്ടാകുമ്പോഴാണ് ഭാവിയിൽ നമുക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യയെ അത്തരത്തിലുള്ള ഒരുപാട് പ്രതീക്ഷകളിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റണം. ഇന്നൊരുപാട് വികസിത രാജ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ വികസിത രാജ്യങ്ങളിലേക്ക് ഭാരതത്തെ എത്തിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശാസ്ത്രീയ മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമുക്കൊരിക്കലും വിശ്രമിക്കാനുള്ള സമയമായിട്ടില്ല. ബഹിരാകാശ മേഖലയിലും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും ഒരുപാട് ടെക്നോളജികൾ, അതിന് ഇന്നൊവേഷൻ പ്രധാനമാണ്. അതിനേറ്റവും പ്രധാനം എന്നുള്ളത് ക്ലാസ് റൂമുകളിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് എന്നാണ്. ഓരോ വിദ്യാർത്ഥിയും ഒരു ശാസ്ത്രജ്ഞനായോ അല്ലെങ്കിൽ ഒരു ഇന്നൊവേറ്ററായോ മാറേണ്ടതുണ്ട്. പരമ്പരാഗതമായ ചിന്തകളിൽ ഇങ്ങനെ ജീവിച്ചാൽ നമുക്കൊരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പരമ്പരാഗതമായ ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ഒരു ഇന്നൊവേഷൻ, നമ്മുടെ ചിന്തകളിൽ ഇന്നൊവേഷൻ വേണം, ഐഡിയോളജികളിൽ ഒരു ഇന്നൊവേഷൻ വേണം, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഇന്നൊവേഷൻ വേണം. അതോടൊപ്പം ഒരു നവോന്മേഷം, ഓരോ സ്വാതന്ത്ര്യ ദിനവും നമുക്ക് നൽകേണ്ടത് ഒരു നവോന്മേഷമാണ്. അത് നമ്മുടെ പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പ്രസരിപ്പിക്കുന്ന ഒരു വെളിച്ചമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്. നമ്മുടെ മഹാരഥന്മാർ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇതിനെയൊക്കെ ചരിത്രത്തിൻ്റെ പല ഏടുകളിലായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഏടുകളിൽ അടയാളപ്പെടുത്തിയ ആ സ്വാതന്ത്ര്യം ഒരേ സമയം മുറുകെ പിടിക്കുകയും അതോടൊപ്പം ചരിത്രത്തിൽ നമ്മെ പിറകോട്ട് വലിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ വിഭജനം, ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്. അതോടൊപ്പം ദാരിദ്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരേ സമയം നമുക്ക് മാറി നിൽക്കുകയും അതേസമയം ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഒരേ സമയം നമുക്ക് പട്ടിണി മാറ്റേണ്ടതുണ്ട്, അതേസമയം തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ സസ്റ്റൈനബിളായി വരും തലമുറക്ക് കൂടി പ്രയോജനമായ തരത്തിലുള്ള വികസനങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വികസന പ്രതീക്ഷകളൊക്കെ ഭാവിയെയും കൂടി അഡ്രസ്സ് ചെയ്യുന്നതാകും. അപ്പോൾ ഈ തരത്തിൽ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമ്മളൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുക എന്നതിന് പകരം ഒരേ സമയം വർത്തമാനത്തെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്ന് പഠിക്കേണ്ടതുണ്ട്. അതേസമയം ഭാവിയിൽ നമുക്കെങ്ങനെ ഏറ്റവും മികച്ച രാജ്യമായി മാറാം, നമ്മളൊരു സൂപ്പർ പവർ ആകുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഒരു ഗ്ലോബൽ ലീഡറായി ഇന്ത്യ മാറണം അടുത്ത 50 കൊല്ലത്തിൽ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ ഒരുപാട് റിസോഴ്സ് നമുക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് യുവാക്കളാണ്. യുവാക്കളെ
കൃത്യമായി സ്കില്ലിങ് ചെയ്താൽ ഇന്ത്യയേക്കാൾ വികസിതമായ മറ്റൊരു രാജ്യം ലോകത്തുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത്രയേറെയുള്ള ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിൽ, അടുത്ത കാലത്തിനുള്ളിൽ നമുക്ക് ലോകത്തിലെ തന്നെ ഒരു വലിയ വികസിത രാജ്യമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഇന്ത്യ ഒരു വികസിത രാജ്യമാകുകയായി മാറുകയാണെങ്കിൽ ഏറ്റവും സാധ്യതയുള്ളത് ഈ വിദ്യാർത്ഥികൾക്കാണ്. കാരണം ഇന്ന് കാണുന്ന ഇന്ത്യയല്ല നിങ്ങൾ നാളെ വലുതാകുമ്പോൾ നിങ്ങൾ കാണുന്ന ഇന്ത്യ. അത് ലോകത്ത് മുഴുവൻ ഇടപെടുന്ന ഒരു ഇന്ത്യയായിരിക്കും, ലോകത്ത് മുഴുവൻ വഴി നടത്തുന്ന ഒരു ഇന്ത്യയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇന്ത്യയിൽ നിങ്ങളുടെ റോളുകൾ വളരെ പ്രധാനമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇന്ത്യയിലേക്ക് എത്താൻ ആവശ്യമായ ഒരു ഊർജ്ജവും ഒരു നവോന്മേഷവും അതോടൊപ്പം ഒരു ഉത്സാഹഭരിതമായ പാഠ്യേതര അന്തരീക്ഷവും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യദിനം ഒരു സന്ദേശമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാഷ്ട്രം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിന ചിന്തകൾ ഏറെ സന്തോഷകരമാണ്. നൂറ്റാണ്ടുകളോളം പാരതന്ത്ര്യത്തിൽ അടിമപ്പെട്ട് ജീവിച്ച ജനവിഭാഗത്തിൻ്റെ വമ്പിച്ച ഒരു വിമോചനമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. മഹാത്മജി അടക്കമുള്ള ധീര സമര സേനാനികൾ അർപ്പണബുദ്ധിയോടുകൂടി ജനതയെ ഒത്തൊരുമിച്ച് ജാതി മത വിഭാഗീയതകൾക്കും ചിന്തകൾക്കും അതീതമായി നടത്തിയ ഒരു മഹാസഹന സമരത്തിൻ്റെ സന്തോഷകരമായ പരിസമാപ്തിയായിരുന്നു സ്വാതന്ത്ര്യം. പക്ഷേ 25 വർഷങ്ങളിലേക്ക് സ്വാതന്ത്ര്യം കടന്നു കയറിയപ്പോൾ ഇന്ന് ജനവിഭാഗം മുഴുവൻ ആകുലരാണ്. ജാതിയും മതവും തരംതിരിച്ചുകൊണ്ട് ജനങ്ങളിൽ വിഭാഗീയത വരുത്തുന്ന ഒരു ഭരണ സംവിധാനത്തിന് കീഴിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന ഒരു ദുഃഖസത്യം ഈ സ്വാതന്ത്ര്യ ദിനവേളയിൽ നാം ഓർക്കേണ്ടതുണ്ട്. നാം എന്തിനെതിരെയോ പോരാടിയത്, ആ പോരാട്ടം പാടിമറന്നുകൊണ്ട് വീണ്ടും രാജ്യം പഴയ വിഭാഗീയതയിലേക്ക് എത്തിപ്പെടുന്ന അതിദയനീയമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മതം എല്ലാം നിർണ്ണയിക്കുന്ന ഒരു വസ്തു എന്നതിനപ്പുറം വിഭാഗീയതകൾ സൃഷ്ടിക്കുന്ന മതചിന്തകൾ പരത്താൻ ബോധപൂർവം ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നാം എന്തിനെതിരായിട്ടാണോ പോരാടിയത്, സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ, സാമൂഹിക അനീതികൾക്കെതിരെ, മതപരമായ വിഭാഗീയതയ്ക്കെതിരെ, ഇതൊക്കെയായിരുന്നു സ്വാതന്ത്ര്യ സമരവേളയിൽ നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. ഇന്ന് ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മറ്റൊരു സ്വാതന്ത്ര്യ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു പരിപാടിയിൽ പങ്കെടുക്കുന്ന മാന്യവ്യക്തിത്വങ്ങളെ, സ്കൂളിൽ വെച്ച് ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടിക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ ഏറ്റവും യോജിച്ച ആൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഷായത്തിലുള്ളത് അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ അടുത്ത വർഷം സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് കൂട്ടമായി സംഘടിപ്പിക്കാൻ കഴിയട്ടെ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിക്ക് PTA യുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഈ പരിപാടി എല്ലാവിധത്തിലും ആശംസകൾ നേരുന്നു. ഇതിൻ്റെ സംഘാടകർക്കും ആശംസകൾ നേർന്നു. സോഷ്യൽ സയൻസിലെ സീനിയർ അധ്യാപകൻ എന്ന നിലയ്ക്ക് മേലിലും നമുക്ക് ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാന്മാരായ ആളുകളെ നാം സ്മരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രിയ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും വിപുലമായ പരിപാടികൾ നടത്തുകയാണ്. ഈ ദിനത്തിൽ നിങ്ങൾക്കേവർക്കും MEM സ്റ്റാഫിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യത്തിനെതിരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കെതിരെ നമുക്കൊന്നിച്ച് പോരാടാം എന്ന ഒരു പ്രതിജ്ഞ പുതുക്കൽ കൂടിയാവട്ടെ നമ്മുടെ ഈ ദിനം എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ നമ്മൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനായി വീണ്ടും രണ്ടാമതൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ നാം ഓരോരുത്തരും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച നേതാക്കന്മാരെ ഓർമ്മിച്ചുകൊണ്ട് അവർ വിഭാവനം ചെയ്ത ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. ജയ് ഭാരത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന മുഴുവൻ സ്വാതന്ത്ര്യ പരിപാടികൾക്കും സോഷ്യൽ സയൻസ് അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം മുഴുവൻ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ധന്യമാക്കിയ ഹെഡ് മാസ്റ്റർ, മുഖ്യാതിഥി ഷാഹിദ് തിരുവള്ളൂർ, മാനേജർ, PTA പ്രസിഡന്റ്, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.